ചേച്ചി. ഏയ് ഒന്നുമില്ലടാ ചേച്ചിക്ക്. ഞാനിപ്പോ കുളിച്ച് റെഡി ആയിട്ട് വരാം. ഏതായാലും അച്ഛന് ആഹാരം ഉണ്ടാക്കിയെന്നല്ലേ പറഞ്ഞത്. എനിക്ക് നല്ല വിശപ്പുണ്ട്. വയറ് നിറയെ ആഹാരം കഴിക്കണം. ദേ നീ വേണം എനിക്ക് വിളമ്പിത്തരാൻ. നോക്കട്ടെ അച്ഛനും അനിയനും കൂടെ ഈ കല്യാണിക്ക് എന്താ റെഡിയാക്കി വെച്ചിരിക്കണേന്ന്. സുധേ, നീ അറിയുന്നുണ്ടോ ഇതൊക്കെ? ഇത്രയും നാളെ സംഭവിച്ചിട്ടില്ലാത്തതൊക്കെയാ സംഭവിക്കുന്നത്. ഉള്ളിൽ സങ്കടം സഹിക്കാണ്ട് വരുമ്പോ നിന്നോടല്ലാതെ ഞാൻ ആരോടാ സുധേ പറയാ? പഴയതുപോലെ എല്ലാം ഉള്ളിൽ നോക്കി നടക്കാനുള്ള കരുത്തില്ല എനിക്ക്. നമ്മുടെ മോള് അവൾ ഒരു ദിവസം പോലീസ് സ്റ്റേഷനിലായിരുന്നു. പോലീസും കോടതിയും എല്ലാം കൂടി പേടിയാകാം സുധേ എനിക്ക്. വിധി ഓരോന്നോരോന്നായി പരീക്ഷിക്കുക. ഇതിനിടയിൽ എന്ത് ചെയ്യണമെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഒരു പിടിയും കിട്ടുന്നില്ല എനിക്ക്. ഹെർബൽ പ്രോഡക്ട്സിന് മാത്രമല്ല, ഞങ്ങളുടെ ഒരു പ്രോഡക്ട്സിനും ഒരു പ്രശ്നവും സംഭവിച്ചിട്ടില്ല. ഇറ്റ് വാസ് എ ഡേർട്ടി ഗെയിം. ഫോർച്യുനേറ്റ്ലി കോർട്ടിൽ വെച്ച് തന്നെ അത് പൊളിച്ചെടുക്കാൻ ഞങ്ങൾക്ക് പറ്റി. ഷീ ഈസ് അണ്ടർ കസ്റ്റഡി നൗ. അറിയില്ല, പോലീസുകാർ എഴുതി ചേർക്കുന്ന വകുപ്പിനനുസരിച്ചിരിക്കും ജാമ്യം കിട്ടുമോ ഇല്ലയോ എന്ന്. അതെ, അത് നമുക്ക് നോക്കാം. ശരി, ഓക്കെ, ഞാൻ വിളിക്കാം. ഓക്കെ, ബൈ. അഖിലേ, അഖിലേ, നീ എന്താ എത്ര ഗഹനമായിട്ട് ആലോചിക്കുന്നത്? നടന്ന കാര്യങ്ങളെ കുറിച്ചാണോ? അതൊക്കെ കഴിഞ്ഞില്ലേ അഖിലേ? ജസ്റ്റ് ഫോർഗെറ്റ് ഇറ്റ്. നടന്ന കാര്യങ്ങൾ ഓർത്തല്ല കൃഷ്ണേട്ടാ, ഇനി നടക്കാൻ പോകുന്ന കാര്യങ്ങൾ എന്തൊക്കെയായിരിക്കും എന്ന് ഓർക്കുമ്പോഴാ എനിക്ക് ഭയം തോന്നുന്നത്. ഭയമോ? നീ പറയുന്നൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. എന്തു പറ്റി എന്റെ അഖിലേക്ക് ഭയം തോന്നാൻ മാത്രം? കൃത്യമായി അതെന്താണെന്ന് അറിയില്ല കൃഷ്ണേട്ടാ. എന്റെ വൈൽഡസ്റ്റ് ഡ്രീമിൽ പോലും ഇതുവരെ ഇല്ലാത്ത കോടതിയും കേസും ഒക്കെ ഇപ്പൊ വന്നില്ലേ? അതുപോലെ ഇനിയും നമ്മൾ പ്രതീക്ഷിക്കാത്തത് എന്തൊക്കെയോ സംഭവിക്കാൻ പോകുന്നു മനസ്സിലൊരു തോന്നൽ. ഫീൽ ലൈക്ക് സംതിങ് ഈസ് റോട്ടൺ സംവെയർ. നമുക്കറിയാത്ത എന്തോ ഒരു ദുരന്ത ഡ്രാമ. Come on, you don't worry അഖില. ഇതെല്ലാം ചെയ്യിപ്പിച്ച പ്രിയങ്ക വർമ്മ നിയമത്തിന്റെ പിടിയിലായില്ലേ? ഇനിയൊരു പ്രശ്നം വരില്ല. പ്രശ്നവും പ്രശ്നക്കാരികളും ഒഴിഞ്ഞു പോയില്ലേ? ഞാനിവിടെ ഉള്ളപ്പോഴും നടന്നത് തന്നെ. വാദാസ്, അല്ല കല്യാണം എവിടെ? അവള് വീട്ടിലാണ് സർ.
ആ കൂടെ വിളിച്ചില്ല. ഒരർത്ഥത്തിൽ ദാസ് ഭാഗ്യവാനാ. അതുപോലൊരു മോളെ തന്നില്ലേ ദൈവം. 10 മാറ്റാടോ അവള്. കല്യാണിയെ പോലെ ഒരു മോള് മതി നമ്മുടെയൊക്കെ ജീവിതം ധന്യമാകാൻ. സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് എണ്ണിയാ തീരത്തെ കടപ്പാടാ അവളോട്. ആദ്യം അവൾ എന്റെ ജീവൻ രക്ഷിച്ചു, ഇപ്പൊ ഈ കുടുംബത്തിന്റെ മാനവും. പോലീസ് സ്റ്റേഷൻ, കോടതി, കേസ്, അവളെ കുടുംബത്തിന് വേണ്ടി ഒരുപാട് റിസ്കുകൾ ഏറ്റെടുത്തത്. ആനന്ദിനെ ജയിലിൽ പോകാതെ തടഞ്ഞതുൾപ്പെടെ. അവളോട് എന്നും ഈ തൃച്ചംബരത്തുള്ളവർക്ക് നന്ദിയും കടപ്പാടും ഉണ്ടാവും. എന്തിനാ സാർ ഇങ്ങനെയൊക്കെ? ഈ കുടുംബത്തിന് വേണ്ടി ഞാനും എന്റെ മക്കളും ജീവൻ കളയാൻ വരെ തയ്യാറാ. പക്ഷേ എന്താ ദാസേട്ടാ ഒരു പക്ഷേ? മുഖം കണ്ടിട്ട് എന്തോ ഗൗരവമുള്ള കാര്യം പറയാനുണ്ടെന്ന് തോന്നുന്നല്ലോ. അത് എന്തിനാ ദാസേട്ടാ മടിക്കുന്നത്? എന്താണെങ്കിലും പറഞ്ഞോളൂ. നിങ്ങളിപ്പോ ഞങ്ങൾക്ക് അന്യരല്ലല്ലോ. കൃഷ്ണേട്ടനിപ്പോ പറഞ്ഞതല്ലേ കാര്യങ്ങൾ. ഇയാൾ എന്തിനാ ഇങ്ങനെ പറയാൻ മടിച്ചു നിൽക്കുന്നത്? ചെയ്ത കാര്യങ്ങൾക്ക് ഇനി വല്ല പ്രത്യുപകാരവും ചോദിക്കാൻ വന്നതായിരിക്കൂ. ഒരു കാര്യമില്ലാതെ ഇങ്ങനെ മുന്നിൽ വരാറില്ലല്ലോ. ദൈവമേ, സംഗതി അടപാടും മറിച്ചിടുവോ ഇയാളിനി? അത് പറയുമ്പോ മാഡം വേറൊന്നും തെറ്റിദ്ധരിക്കരുത്. സാറ് ഇതത് തന്നെ. പോലീസ് സ്റ്റേഷനിലും കോടതിയിലൊക്കെ ഇറങ്ങി കയറി നടന്ന പെണ്ണിന് വേറൊരു കല്യാണം നടക്കില്ലെന്നും അതുകൊണ്ട് ആനന്ദുമായിട്ട് കല്യാണം നടത്തി തരണമെന്ന് പറയാനുള്ള വരവാ. ദൈവമേ, അഖില എങ്ങാനും ഈ അവസ്ഥയിൽ സമ്മതം പറഞ്ഞ അതോടെ എല്ലാം തീർന്നു. എല്ലാം. ദാസേട്ടൻ എന്താ നിർത്തിയത്? എന്താണെങ്കിലും പറഞ്ഞോളൂ, ഞങ്ങൾ കേൾക്കുന്നുണ്ട്. അത് കല്യാണി ഇന്നു മുതൽ ഇവിടെ ജോലിക്ക് വരുന്നില്ല മാഡം. അവളവിടെ ജോലി ചെയ്താൽ ശരിയാവില്ല. അത്രയുള്ളൂ? എന്നെ പേടിപ്പിച്ച് കളഞ്ഞല്ലോ. എന്താ ദാസായി പറയുന്നത്? എന്താ പെട്ടെന്ന് ഇങ്ങനെ ഒരു തീരുമാനം തോന്നാൻ കാരണം? അത് മനസ്സിലായില്ലേ? ആനന്ദിന് പകരം കല്യാണി പോലീസ് സ്റ്റേഷനിലും കോടതിയിലും ഒക്കെ കയറി ഇറങ്ങിയത് ദാസേട്ടൻ സാറിന് ഇഷ്ടപ്പെട്ടില്ല. അത് തന്നെ കാരണം, അല്ലാതെന്താ? അയ്യോ, അതൊന്നുമല്ല മാഡം. ദേവി ഇതങ്ങനെയൊന്നും തെറ്റിദ്ധരിക്കരുത്. തെറ്റിദ്ധരിക്കും. അല്ലെങ്കിൽ പിന്നെ എന്തിനാ ഇപ്പൊ ഇങ്ങനൊരു തീരുമാനം തോന്നാൻ? വിലാസിനെ, ശരി ശരി, ഞാനൊന്നും പറയുന്നില്ല. അല്ലെങ്കിൽ എനിക്കിവിടെ അഭിപ്രായം പാടില്ലെന്നാണല്ലോ അലിഖിത നിയമം. ഷടപ്പ്. കുറച്ചു നേരമായി അവള് ബ്ലാ 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 എന്ന് പറഞ്ഞു വെറുതെ. ദാസേട്ടൻ എന്താ ഇപ്പൊ ഇങ്ങനെ ഒരു തീരുമാനത്തിലെത്തിയതെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷേ ഏതായാലും ഇന്നൊരു ദിവസം നന്നായിട്ട് ആലോചിച്ചിട്ട് മതി അത് ഉറപ്പിക്കാൻ. നാളെ വന്ന് ഒന്നുകൂടെ തീരുമാനം പറഞ്ഞാൽ മതി, ഇത് ഉറപ്പിക്കണോ വേണ്ടയോന്ന്. ശരി മാഡം, നാളെ വരാം. ശരി സാർ. ആ എന്താ ചേച്ചി ഇത്? അവൾ എന്ന് ഓരോരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നവളല്ലേ? ഇപ്പൊ ദാസേട്ടൻ തന്നെ വന്ന് അവൾ ഇനി മുതൽ ജോലിക്ക് വരുന്നില്ല എന്ന് പറയുമ്പോ ഒഴിവാക്കി വിടാൻ പറ്റിയ നല്ലൊരു ചാൻസ് ആയിരുന്നില്ലേ? ചേച്ചിയായിട്ട് അത് നശിപ്പിച്ചു. വിലാസിനെ, എനിക്കറിയാം എന്ത് ചെയ്യണം എന്ത് ചെയ്യണ്ടെന്ന്. നീ എനിക്ക് ഉപദേശം തരണ്ട. പോയി നിന്റെ പണി ചെയ്യാൻ നോക്ക്, സ്റ്റുപ്പിഡ്.
എന്റെ പണി തന്നെയാ ഞാൻ ചെയ്യുന്നത്. നീ നോക്കിക്കോ അഖിലാണ്ടേശ്വരി, എല്ലാത്തിനും ചേർത്ത് ഞാൻ വെച്ചിട്ടുണ്ട് നിനക്ക്. അല്ല, എന്നാലും ആ ദാസ് എന്തിനായിരിക്കും കല്യാണിയെ ഇവിടുന്ന് അകറ്റുന്നത്? എന്തോ അതിലൊരു രഹസ്യം ഉണ്ടല്ലോ. എന്തായിരിക്കും? മനസ്സുകൊണ്ട് പോലും ആരെയും ദ്രോഹിക്കാത്ത ആളാ വല്യകുഞ്ഞ്. അങ്ങനെയുള്ള ഞങ്ങളുടെ വല്യകുഞ്ഞിനെ കുറിച്ച് ഇങ്ങനെയൊന്നും പറയരുത്. ഞങ്ങൾക്ക് ദൈവത്തിന്റെ സ്ഥാനത്താ വല്യകുഞ്ഞ്. എന്തൊക്കെ സംഭവിച്ചാലും എനിക്ക് വല്യകുഞ്ഞിനോട് നന്ദി പറഞ്ഞു തീർക്കാൻ പറ്റാത്തത് എന്റെ ദൈവമാ വല്യകുഞ്ഞ്, എന്റെ ദൈവം. എന്താ മച്ചു, എന്നെ ഫോൺ വിളിച്ച് വരാൻ പറഞ്ഞിട്ട്? നീ ഇപ്പോഴും സ്വപ്നലോകത്ത് തന്നെയാണെന്ന് തോന്നല്ലോ. കാലം കുറയായി ഒരു പ്രേമം ചോന്നുകൊണ്ട് നടക്കാൻ തുടങ്ങിയിട്ട്. ഇനിയെങ്കിലും വല്ലതും നടക്കുവോ? നടക്കും. നീ പറഞ്ഞതിനെ ഇനി തിരുത്താം. ഇന്നലെ വരെയായിരുന്നു ഞാൻ സ്വപ്നലോകത്ത്. ഇനി ഞാൻ സഞ്ചരിക്കാൻ പോകുന്നത് യാഥാർത്ഥ്യങ്ങളുടെ ലോകത്ത്. കല്യാണി ഞാനും അടങ്ങുന്ന റിയൽ സ്പേസിൽ. എന്ന് പറഞ്ഞ നീ കണ്ടതല്ലേ കല്യാണി എന്താണ് ഈ കുടുംബത്തിന് വേണ്ടി ചെയ്തതെന്ന്, എന്താ എനിക്ക് വേണ്ടി ചെയ്തതെന്ന്. ഞങ്ങളോടുള്ള കൂറുകൊണ്ട് അവൾ കുറ്റം ഏറ്റെടുത്ത് പോലീസ് സ്റ്റേഷനിലും കോടതിയിലും കയറി ഇറങ്ങി. ഞാൻ അനുഭവിക്കേണ്ട പീഡനങ്ങൾ സ്വയം ഏറ്റുവാങ്ങി. എന്തിനായിരുന്നു അത്? എന്ത് നേടാൻ? എന്ന് ചോദിച്ചാ കല്യാണിക്ക് അതിൽ നേട്ടം ഒന്നും തന്നെ ഇല്ല. നിങ്ങൾ ബിസിനസ്സുകാരുടെ ഈ കോർപ്പറേറ്റ് വാറുണ്ടല്ലോ, ഒരു കമ്പനി മറ്റൊരു കമ്പനി ഉന്മൂലനം ചെയ്യാൻ ശ്രമിക്കുന്ന യുദ്ധം, അതിലൊരു പാവം നാട്ടിൻപുറത്തുകാരി ഇരയാവുകയായിരുന്നു. പൂർ ഗേൾ. അവളുടെ ദുർവിധി എന്ന് ഞാൻ പറയും. എന്നാ ആ ദുർവിധി ഞാൻ തിരുത്തും. പകരം നൽകാൻ പോകുന്നത് ഒരു രാജ്ഞിയുടെ സിംഹാസനമാണ്. ആനന്ദ് ഗ്രൂപ്പ് ഓഫ് കമ്പനി ഉടമസ്ഥൻ തൃച്ചംബരത്ത് ആനന്ദ് കൃഷ്ണന്റെ ഭാര്യ എന്ന രാജ്ഞി പദം. ഇതൊക്കെ കുറെ കാലമായിട്ട് കേൾക്കാൻ തുടങ്ങിയതാ. നിനക്ക് ഈ പാവയും പ്രതിമയൊക്കെ തലോലിച്ച് സ്വപ്നം കണ്ടിരിക്കാനേ കഴിയൂ. ബാക്കിയെല്ലാം വെറും സങ്കല്പം മാത്രമാണ്. ഒരു ചുക്കും നടക്കാൻ പോകുന്നില്ല, ഒരു ചുക്കും. നടക്കും ശബരി, നടത്തിക്കും ഞാൻ. ഇത് മുമ്പ് പറയുന്ന പോലെയൊന്നുമല്ല. കാരണം ഇന്ന് എനിക്ക് കല്യാണിയെക്കുറിച്ച് പറയാം. അവൾ എനിക്കും കുടുംബത്തിനും വേണ്ടി ചെയ്ത ഉപകാരങ്ങളെക്കുറിച്ച് പറയാൻ ഒരുപാട് കാരണങ്ങളുണ്ട്. അവൾ കോടതി കയറിയതുൾപ്പെടെ. ഒരാൾ ചെയ്ത നന്മകൾക്ക് നേരെ പുറംതിരിഞ്ഞു നിൽക്കുന്ന സ്ത്രീയല്ല തൃച്ചംബരത്ത് അഖിലാണ്ടേശ്വരി. കറക്റ്റ്. ചെയ്ത് കിട്ടിയ ഉപകാരങ്ങൾക്ക് പ്രത്യുപകാരം ചെയ്യാൻ മറക്കുന്ന ആളല്ല തൃച്ചംബരത്തെ അഖിലാണ്ടേശ്വരി. ലക്ഷങ്ങളോ കോടികളോ വരെ അവരതിനായി എടുത്തെറിഞ്ഞെന്നും വരും. പക്ഷേ ആനന്ദകൃഷ്ണൻ എന്ന ചെറുപ്പക്കാരന്റെ അമ്മ അങ്ങനെയാണെന്ന് പറയാൻ നിനക്കാവുമോ? സ്വന്തം മകന്റെ ജീവിതത്തിനെ ചൂതാട്ടത്തിന് വിട്ടുകൊടുക്കാൻ? ചൂതാട്ടോ? ഏയ്, ഒരു അലങ്കാരത്തിന് പറഞ്ഞതാ. റിസ്ക് എന്ന അർത്ഥത്തിൽ എടുത്താൽ മതി. സീ, നിന്റെ അമ്മ പ്രിയങ്ക വർമ്മയെ നിനക്കായി തിരഞ്ഞെടുത്തത് അവൾ റോയൽ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഒരു കോടീശ്വരി ആയതുകൊണ്ടാ. കല്യാണി ദാസ് പക്ഷേ ഒരു അത്തപ്പാടി കേസാ, അടുക്കളക്കാരി. സ്വന്തം മകനെ തൂക്കുന്ന തുലാസിന്റെ മാറുതട്ടിൽ അവർ കല്യാണിയെ ഇരുത്തുമോ എന്നതാണ് സിമ്പിളായ ചോദ്യം. ഇരുത്തും ശബരി, ഇരുത്തും. കല്യാണി കോടതിയിൽ നിന്ന് ഇറങ്ങിയപ്പോ അമ്മ കാണിച്ച നന്ദി പ്രകടനം നീ തന്നെ എന്നോട് പറഞ്ഞല്ലേ?
പിന്നെന്തിനാ നിനക്ക് ഇപ്പോഴീ സംശയം? അറിയില്ല മച്ചു. അല്ലെങ്കിൽ അറിയുന്നത് പറഞ്ഞ നിനക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെട്ടൊന്നും വരില്ല. കാരണം നമുക്ക് ഓരോരുത്തർക്കും നമ്മുടെ അമ്മമാർ ദേവതകളാ. അത് നമ്മുടെ പെറ്റമ്മയായതുകൊണ്ടുള്ള തോന്നല. ഒരു തരത്തിൽ അതൊരു സത്യവുമാണെന്ന് ഞാൻ സമ്മതിക്കുന്നു. പക്ഷേ സ്വന്തം മക്കളുടെ കാര്യം വരുമ്പോ അമ്മമാർക്കെല്ലാം ദേവതമാരുടെ സ്വഭാവമാണെന്നില്ല. സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് രഹസ്യമായിട്ടെങ്കിലും അവർ മുൻഗണന നൽകും. അവിടെ അടുക്കളക്കാരി കല്യാണിയുടെ സ്ഥാനം തൃച്ചംബരത്തെ അരമനയിലല്ല, അടുക്കളയിലെ അടുപ്പിനരികില. അതങ്ങനെ അല്ലാതാക്കാൻ നീ ഒരുപാട് കഷ്ടപ്പെടേണ്ടി വരും. ഒരുപാട്. അതെങ്ങനെ ഡീൽ ചെയ്യണമെന്ന് നീ നന്നായിട്ടൊന്ന് ആലോചിക്കും. എന്നിട്ട് മതി ഈ ആവേശം കാണിക്കലേ. ഐ വിഷ് യു ഓൾ ദി സക്സസ്. ഗുഡ് നൈറ്റ്. വേദന മാറിയില്ലേ ചേച്ചി? അത്രയ്ക്ക് അടിച്ചല്ലേ അവരെ ചേച്ചിയെ? വല്ലുകുഞ്ഞ് പോലീസ് സ്റ്റേഷനിൽ വന്ന ശേഷം പിന്നെ ആരും ഉപദ്രവിച്ചില്ല. ആ പിന്നെ വല്ലുകുഞ്ഞ് മന്ത്രിയെ വരെ വിളിച്ചു. അനിയൻകുട്ടാ, ദേഷ്യം കൊണ്ട് ഒരു പോലീസുകാരുടെ കവളത്തും അടിച്ചു. അവരാകെ പേടിച്ചു പോയി. വല്ലുകുഞ്ഞ് ഇങ്ങനെ ദേഷ്യപ്പെട്ട് ഇതിനു മുമ്പ് ഞാൻ കണ്ടിട്ടേ ഇല്ല. ശരിയായിരിക്കും. വിലാസിനി മേഡം ചേച്ചി എന്തെങ്കിലും പറഞ്ഞാൽ പോലും വല്ലുകുഞ്ഞിന് സഹിക്കില്ല. അപ്പൊ ചേച്ചി ആരെങ്കിലും ഉപദ്രവിച്ച വല്ലുകുഞ്ഞ് വെറുതെ വിടുവോ? പോലീസ് സ്റ്റേഷൻ ആയണ്ട അത്രയും ചെയ്ത് നിർത്തിയത്. അതെ, നീ പറയണ സത്യ. എന്നാലും പോലീസ് സ്റ്റേഷനിൽ കയറി പോലീസുകാരെയൊക്കെ അടിക്കാന്ന് പറഞ്ഞ ഓർത്തിട്ട് ഇപ്പോഴും എനിക്ക് എന്റെ ഹൃദയടുപ്പ് മാറിയിട്ടില്ല. ചേച്ചിയുടെ ഹൃദയടുപ്പ് അത് മാത്രമൊന്നും അല്ലെന്ന് എനിക്കറിയാം. വല്ലുകുഞ്ഞിന് വേണ്ടി ചേച്ചി അടികൊള്ളുന്നു, ജയിലിൽ പോകുന്നു. തിരിച്ച് വല്ലുകുഞ്ഞ് ചേച്ചിക്ക് വേണ്ടി പോലീസ് സ്റ്റേഷനിൽ കയറി പോലീസുകാരെ അടിക്കുന്നു. രണ്ടുപേര് സിനിമയിലെ ഹീറോയും ഹീറോയിനും പോലെ. പക്ഷെ അടിയും പിടിയും സെന്റിമെന്റ്സ് മാത്രമേ ഉള്ളൂ. രണ്ടുപേരും മനസ്സിലുള്ളത് പരസ്പരം തുറന്നു പറയുന്നില്ല. അതാ റൊമാൻസ് നടക്കാത്തത്. നീ വീണ്ടും തുടങ്ങിയല്ലേ നിന്റെ പഴയ രാമായണം പറച്ചില്. ഇത് രാമായണമല്ല ചേച്ചി, ഭാഗവതമാ. നിങ്ങൾ രണ്ടുപേരെയും കണ്ടാൽ കൃഷ്ണനെ രാധയും പോലെ ഉണ്ടെന്നാ എനിക്ക് ആ പ്രതിമ കണ്ടപ്പോ തോന്നിയത്. കല്യാണി, അച്ഛൻ വരുന്നുണ്ട്. കല്യാണി, അച്ഛാ
കൈ കഴുകിയിട്ട് വാ, ഞാൻ ചോറെടുത്ത് വെക്കാം. കല്യാണി നിൽക്ക്. അതെ, നാളെ മുതൽ നീ തൃച്ചംബരത്ത് ജോലിക്ക് പോകണ്ട. അതാ തീരുമാനം. അയ്യോ, എന്തു പറ്റിയച്ചാ? എന്താ പെട്ടെന്ന് ഇങ്ങനെ ജോലിക്ക് പോകണ്ടെന്ന് പറയാൻ? മാഡം എന്നെ ഇനി ജോലിക്ക് അയക്കണ്ടെന്ന് പറഞ്ഞോ? ഇത് മാഡത്തിന്റെ തീരുമാനമല്ല, എന്റെ തീരുമാനം. ഇനി നീ അവിടെ ജോലിക്ക് പോകണ്ട. dim